ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന മന്ദാകിനി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മന്ദാകിനി എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ എവിടെയൊക്കെയോ ചില ഹ്യൂമർ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും. അത് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു പ്രമേയവും. വിനോദ് ലീലയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, ഇവർ രണ്ടുപേരുമാണ്. ആരോമൽ അമ്പിളി എന്ന് പറയുന്ന രണ്ടു പേരുടെ വിവാഹവും ആ വിവാഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേ രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു ഇതിവൃത്തം. ഇവരെ രണ്ടുപേരെയും കൂടാതെ മറ്റു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒന്ന് വിനീത് തട്ടിലാണ്. അദ്ദേഹം അൽത്താഫിന്റെ ആരോമലിന്റെ അളിയനായിട്ടാണ് ഈ സിനിമയിൽ വേഷം ഇട്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ കുട്ടിയകില് വളരെ എന്താ പറയാ, വളരെ പുള്ളി ഏത് സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സീനുമായിട്ട് ഇഴകി ചേർന്ന് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ആരോമലിന്റെ ഒരു ബന്ധുവായിട്ടാണ് അഖിൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ ജൂഡ് ആന്റണി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആരോമലിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ നായിക, ആളുടെ പേര് എനിക്ക് അത്ര കൺഫേം ആയിട്ട് അറിയില്ല, അവർ നന്നായിട്ടുണ്ട്. പിന്നെ അഖിലനാഥ്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഗണപതി, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലേക്ക് ഗണപതി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു എന്താ ചെയ്യുക, ഒരു ചിരിച്ച് വളരെ എന്റർടൈൻ ആയിട്ട് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അതാണ് മന്ദാകിനി. ഈ മന്ദാകിനിയിൽ നമ്മുടെ കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ജിയോ ബേബിയും ഒരു പ്രധാന വേഷം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ ഇവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നം, ആ ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മൂലം ഇവര് കുറെ കാര്യങ്ങളിലേക്ക്, ആ ഒരു രാത്രി തന്നെ ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകാണ്. അപ്പം ആ ഫസ്റ്റ് നൈറ്റിൽ ഇവര് ഒരു ട്രാവൽ ചെയ്യേണ്ടി വരുന്നതും അതുമായി ബന്ധപ്പെട്ട് പോകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഇതിവൃത്തം. ബാക്കിയൊക്കെ സസ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്കി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സിനിമ അതിന്റെ ഒരു ത്രില്ലിങ് പോകും. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അനാർക്കലി മികച്ച പ്രകടനമായിരുന്നു. അൽത്താഫ് നമുക്കറിയാം, അൽത്താഫ് ഈ ഒരുപാട് സിനിമ, പ്രേമം മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അൽത്താഫിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹ്യൂമറിന്റെ ഒരു ഹ്യൂമർ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രീതി, ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ മറ്റുള്ള താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച പ്രകടനമായിരുന്നു. അശ്വതി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. പക്ഷെ എല്ലാവരും തന്നെ മികച്ചൊരു പ്രകടനത്തിലുപരി മികച്ച ഒരു തിരക്കഥ, അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. നമ്മളെ ആ ഒരു 2-2.5 മണിക്കൂർ വളരെ എന്റർടൈൻ ആയിട്ട് നിർത്താൻ ഈ സിനിമയ്ക്ക് കഴിയും. ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം. ബൈ.